ഹായ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളൊരു ഓൾട്ടോ സ്റ്റാൻഡേർഡ് വണ്ടി ഓൾട്ടോ LX ആണെന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമർക്ക് കൊടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. സെയിം ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്കൊരു കോളും കാര്യങ്ങളും വന്നായിരുന്നു. ഇതുപോലെ തന്നെ ഒരു അനുഭവം വേറൊരു കസ്റ്റമറിനുണ്ടായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ അടുത്താണ് നമ്മളിന്നുള്ളത്. സെയിം ആ ഒരു വണ്ടി തന്നെ, സെയിം ആ ഒരു വണ്ടിയല്ല, സെയിം ഓൾട്ടോ വണ്ടി തന്നെ LX എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഈ ഒരു വണ്ടി. LX എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടി കസ്റ്റമർക്ക് സെയിൽ ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ സെയിം എപ്പോഴത്തേം പോലെ തന്നെ ഫസ്റ്റ് ടൈം ബയറാണ്. വണ്ടീനെ പറ്റി ഇന്ന് വലിയൊരു അറിവില്ലാത്തൊരാളാണ്. ഈ ഒരു നമ്മളുടെ വീഡിയോ കണ്ടിട്ട് സെയിം ഈ ഒരു ഇത് കണ്ടിട്ടാണ് പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വണ്ടി വന്ന് കാണുന്നത്. സ്റ്റാൻഡേർഡ് വണ്ടിയാണ് ഈ ഒരു ഓൾട്ടോ സ്റ്റാൻഡേർഡാണ്, LX മോഡലല്ല, സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയും കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത് LX ആണെന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത്. AC ഇല്ലാത്ത ബേസ് മോഡൽ ഓൾട്ടോ സ്റ്റാൻഡേർഡ് വണ്ടിയാണ് കസ്റ്റമർക്ക് LX ആണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓൾട്ടോ STD എന്നുള്ളത്. STD മീൻസ് സ്റ്റാൻഡേർഡിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ ഈ ഒരു RC ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു വണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു വെച്ചെങ്കിൽ ഒരു പക്ഷേ പുള്ളിക്ക് ഈ ഒരു അബദ്ധം പറ്റില്ലായിരുന്നു. അപ്പോൾ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഞാൻ ഇപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ആർക്കൊന്നും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ടോന് നമുക്ക് 3 വേരിയൻസാണ് നിലവിൽ മെയിനായിട്ട് വരുന്നത്. ഓൾട്ടോ LXi, ഇതിപ്പോൾ ഒരു ഓൾട്ടോ LXi വണ്ടിയാണ്. LXi വണ്ടിയാണെന്നുള്ളത് എങ്ങനെ നമ്മളത് വണ്ടിയിൽ തന്നെ കണ്ട് ഉറപ്പിക്കും എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ നോക്കുന്നത്. ഓൾട്ടോ LXi വേരിയൻറ്റിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സ് ACയും പവർ സ്റ്റിയറിങ്ങും, ഈ രണ്ടും ഉള്ള വണ്ടിയാണ് ഓൾട്ടോ LXi എന്ന് പറയുന്നത്. പിന്നെ പവർ വിൻഡോസ് അതുപോലെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് കയറ്റുന്നതാണ്. മെയിനായിട്ട് വരുന്ന 2 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പവർ സ്റ്റിയറിങ്ങും AC ആണ് ഈ ഒരു വണ്ടിയിൽ മെയിനായിട്ട് വരുന്നത്. അതിനകത്ത് പവർ സ്റ്റിയറിംഗ് ആണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഈ കാണുന്നതാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ. ഈ ഒരു കാണുന്നതാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ വരുന്നത്. പവർ സ്റ്റിയറിങ്ങിൻ്റെ ഈ മോട്ടറിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡ് പോർഷനിൽ ആയിട്ടാണ് ഇതിൻ്റെ ഒരു പവർ സ്റ്റിയറിംഗ് മോട്ടറിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. അപ്പോൾ ഏത് വണ്ടി നിങ്ങൾ നോക്കാൻ പോകുമ്പോഴും അതിൽ LXi എന്നുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കണ്ടാലും ജസ്റ്റ് കൈ ഒന്നിട്ടൊന്ന് നോക്കുക. ഈ ഒരു കണ്ട പവർ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്നൊരു നോക്കുക, അവിടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ എന്താണെന്നുള്ളത് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് നോക്കുക. അങ്ങനെയുള്ള പവർ സ്റ്റിയറിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു വണ്ടി LXi ആവുള്ളൂ. ഇതൊരു ഓൾട്ടോ LX മോഡൽ വണ്ടിയാണ്. ഓൾട്ടോ LX മോഡൽ വണ്ടിയിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് AC മാത്രമാണ്. AC ഉള്ള മോഡലാണ് ഓൾട്ടോ LX. ഈ ഒരു വണ്ടിയിൽ നമ്മൾ നോക്കുന്ന പോലെ തന്നെ മറ്റേ ഫ്യൂവലിൻ്റെ ലിഡിൻ്റെ അവിടെ നമുക്ക് ലോക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ ഒരു വണ്ടി എന്തായാലും നമുക്ക് ഓൾട്ടോ സ്റ്റാൻഡേർഡ് അല്ല, ഇനി LX ആണോ LXi ആണോ എന്നുള്ളത് നമുക്ക് വണ്ടിയിൽ തന്നെ നോക്കി കാണാം. AC ഉണ്ട്. ഇപ്പോൾ എന്തായാലും LX നമുക്ക് ഉറപ്പിച്ച്. ഇനി നമുക്ക് പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ ഉണ്ടാകുന്ന നോക്കുക. പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ ഈ ഒരു വണ്ടിക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം ഈ ഒരു വണ്ടി ഓൾട്ടോ LX ആണെന്നുള്ളത്. അപ്പോൾ ഓൾട്ടോ LXയിൽ നമുക്ക് AC പവർ സ്റ്റിയറിങ് വരും. ഓൾട്ടോ LXയിൽ AC മാത്രം. സ്റ്റാൻഡേർഡിൽ ഒരു ഫീച്ചേഴ്സും ഉണ്ടാവില്ല. വണ്ടി മാത്രം AC ഉണ്ടാവില്ല, പവർ സ്റ്റിയറിങ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് ACയുടെ കംപ്രസറിൻ്റെ പൊസിഷൻ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നതാണ് നമ്മുടെ ACയുടെ കംപ്രസർ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ആദ്യമായിട്ട് വണ്ടി എടുക്കാൻ പോകുന്നവരാണ്, ഈ വണ്ടീനെ പറ്റി നന്നായിട്ട് അറിയാവുന്നവരും പുലികളൊന്നും ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. അവർക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ വണ്ടി തിരിച്ചറിയാനുള്ള വേറെ മാർഗ്ഗങ്ങളുണ്ടാവും. ഞാനിത് പറയുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനിയും ആർക്കും ഇങ്ങനൊരു അബദ്ധങ്ങൾ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു ഓൾട്ടോ LX മോഡലാണെന്നുള്ളത് നമുക്ക് RC ബുക്ക് കാണാണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം. AC കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ നേരത്തെ കണ്ട വണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം ഓൾട്ടോ LX ആണെന്നുള്ളത്. കാരണം നമ്മൾ പറഞ്ഞ ലിഡിൽ ലോക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല. അടുത്തായിട്ടുള്ളൊരു ഓൾട്ടോ, ഈ ഒരു ഓൾട്ടോ നമുക്ക് സ്റ്റിക്കർ നോക്കാം ആദ്യം എന്താണെന്ന്. ഓൾട്ടോ LXi എന്നാണ് ഈ ഒരു വണ്ടിക്ക് സ്റ്റിക്കർ വരുന്നത്. സ്റ്റിക്കറിന് ഏകദേശം ഒരു 150 രൂപയ്ക്ക് അടുത്താണ് എൻ്റെ സ്റ്റിക്കറിൻ്റെ വില വന്നത്. അപ്പോൾ ഏതൊരു വണ്ടിയിലും നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്കറായിരിക്കും നമ്മൾ വണ്ടി മേടിക്കാൻ വരുന്നവരൊക്കെ ആദ്യം കാണുന്നത്. അപ്പോൾ ഓൾട്ടോ LXi ആണ് ഈ ഒരു വണ്ടി. പക്ഷേ AC ഇല്ല. AC ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് തന്നെയാണെന്ന് ഉറപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറും വരുന്നില്ല.
ഇപ്പോൾ LXIന്ന് സ്റ്റിക്കറുണ്ട്. പക്ഷേ വണ്ടി മേടിക്കാൻ പോകുന്നവൻ ചിലപ്പോൾ ഈ LXIയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അവൻ ആ സ്റ്റിക്കർ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അവർ വണ്ടി വാങ്ങുന്നത്. ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ LXIന്ന് സ്റ്റിക്കറുണ്ട്, പവർ സ്റ്റിയറിങ് വരുന്നില്ല, അതുപോലെ തന്നെ AC വരുന്നില്ല. AC-യുടെ ഇനി കംപ്രസറും ഉണ്ടാകുന്നുള്ളതും കൂടി ഒന്ന് നോക്കുക. AC ഇല്ലാത്ത വണ്ടിക്ക് എന്തായാലും കംപ്രസർ വരില്ല. എന്നാലും ജസ്റ്റ് ആ ഒരു വ്യത്യാസം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കണ്ട ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ AC-യുടെ കംപ്രസർ യൂണിറ്റ് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് AC ഇല്ലാത്ത കാരണം കംപ്രസർ യൂണിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു ഭാഗം നമുക്ക് ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് തന്നെയാണെന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഉള്ള ഏറ്റവും എളുപ്പ വഴി ഈ കാണുന്നതാണ്. ലിഡിന് മുകളിൽ ലോക്ക് ഉണ്ടാകുന്ന നോക്കുക. ഈ ലോക്ക് ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടി ഓൾട്ടോ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഓൾട്ടോ 2000 ഇറങ്ങിയ മോഡലിൽ VXും പിന്നെ VXI എന്ന് പറഞ്ഞ 2 വേരിയൻറ്റും കൂടി ഉണ്ടായിരുന്നു. 1.1 ലിറ്റർ, അതായത് വാഗണാറിൻ്റെ സെയിം എഞ്ചിൻ വെച്ചിട്ടുള്ള 2 മോഡലുണ്ടായിരുന്നു. അതിന് നമുക്ക് റിയർ വൈപ്പർ വരും. VX മോഡലിന് AC-യും VXI മോഡലിന് പവർ വിൻഡോസും അതുപോലെ തന്നെ റിയർ വൈപ്പറും കാര്യങ്ങളും വരും. ആ ഒരു വണ്ടി റെയറാണ്. മെയിനായിട്ട് നമുക്ക് വരുന്നത് ഓൾട്ടോ LXI, LX പിന്നെ സ്റ്റാൻഡേർഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലിഡിൻ്റെ അവിടെ ലോക്ക് ഉണ്ടാവും. LXന് AC ഉണ്ടാവും, LXIക്ക് AC പവർ സ്റ്റിയറിങ്. ഇതാണ് അതിൻ്റെ ഒരു എളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന ഒരു കാര്യം. ഇനി നമ്മൾ ഈ ഒരു വണ്ടിയിൽ സ്റ്റാൻഡേർഡിൽ LX എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നതിനെ പറ്റിയാണ്. ഇതാണ് നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിലയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമുക്കൊരു 2007 മോഡൽ ഒരു സ്റ്റാൻഡേർഡ് വണ്ടി നമുക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 35 രൂപ 30 രൂപ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത്. 30, 40 ആ ഒരു റേഞ്ചിലായിരിക്കും ചിലപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഈ ഒരു വണ്ടി ഒരു യൂസ്ഡ് കാർ ബയ്യർ അല്ല ഒരു ഡീലർ ഈ ഒരു വണ്ടി നമുക്ക് ഈ 30 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ട് അതും ഒരു LX എന്ന് പറഞ്ഞ സ്റ്റിക്കർ കയറ്റി ഒരു സെക്കൻഡ് ഹാൻഡ് കംപ്രസർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കയറ്റി വന്നാൽ ഏകദേശം അതിനൊരു കോസ്റ്റ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 രൂപ എടുക്കുന്ന വണ്ടിയാണെങ്കിൽ അതിന് കോസ്റ്റ് വരിക മാക്സിമം ഒരു 10 രൂപയാണ്. 40 രൂപ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടി LX ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ പരിവാഹൻ RC ബുക്കിൽ ചിലപ്പോൾ ഏത് വേരിയൻ്റ് ആണെന്ന് കറക്റ്റായിട്ട് കാണിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു വണ്ടി ചിലപ്പോൾ അവർ വിൽക്കുന്നത് ഒന്നില്ലെങ്കിൽ 55 രൂപ അല്ലെങ്കിൽ 60 രൂപ ആ റേഞ്ചിലായിരിക്കും വിൽക്കുന്നത്. അതായത് ഓൾട്ടോ LXൻ്റെ വിലക്കായിരിക്കും ഉള്ളവർ വിൽക്കുന്നത്. പക്ഷേ ഈ ഒരു വണ്ടി എടുക്കുന്ന ബയ്യർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. പുള്ളിനെ അല്ലെങ്കിൽ ആ ഒരു വണ്ടീനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡേർഡ് വണ്ടിയിൽ AC കയറ്റിയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ അത് ബയ്യറെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. പിന്നീട് അവർ വിൽക്കാൻ നേരത്തെ ആയിരിക്കുള്ളൂ ഈ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു വണ്ടിയുടെ വിലയും കാര്യങ്ങളും കുറയുന്നത്. ഇനി സെയിം വേറൊരു RC ബുക്കിൽ വന്നിരിക്കുന്ന ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. RC ബുക്കിലും തെറ്റുകളും കാര്യങ്ങളും വരാറുണ്ട്. ഈ ഒരു വണ്ടിയിൽ സെൻ LXI എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. വണ്ടിയിൽ നമുക്ക് സ്റ്റിക്കർ വരുന്നത് LX എന്നാണ്. വണ്ടിയിൽ നമുക്ക് ഇതാണ് വണ്ടിയുടെ ബാക്കിൽ സ്റ്റിക്കർ വരുന്നത് LX എന്നാണ്. പക്ഷേ വണ്ടിയിൽ RC ബുക്കിലുള്ളത് LXI എന്നാണ്. അപ്പോൾ LXI ആണെന്ന് കൺഫേം ചെയ്യാനായിട്ടുള്ള ഇത് സെന്നാണ് ഈ ഒരു വണ്ടി. ഓൾട്ടോ ഒന്നും നമ്മൾ നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ ഇല്ല. അപ്പോൾ കൺഫേം ചെയ്യുക ഇത് LX ആണ്. പവർ സ്റ്റിയറിങ് ഇല്ലെന്നുണ്ടെങ്കിൽ LX ആണ്. മാരുതിയുടെ ഏത് വണ്ടിയായാലും പവർ സ്റ്റിയറിങ് ഇല്ലെങ്കിൽ LX ആണ്. I എന്ന് പറഞ്ഞ വേരിയൻറ്റ്, അതായത് VXI ZXI ആണ്. I എന്ന് പറഞ്ഞ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ മാരുതിയുടെ ഏത് വണ്ടിയായാലും അത് പവർ സ്റ്റിയറിങ് ഉള്ള മോഡലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. ഓൾട്ടോ നോക്കാൻ പോകുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വണ്ടീനെ പറ്റി കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇങ്ങനെയുള്ള ഒരു ട്രാപ്പിൽ നിന്ന് നമുക്ക് ഊരി പോകാൻ പറ്റും. നിസ്സാര പൈസ ഉള്ളൊരു വണ്ടി, സ്റ്റാൻഡേർഡ് വണ്ടിയിൽ ഒരു LXൻ്റെ സ്റ്റിക്കർ മേടിച്ച് ഒട്ടിക്കുക 150 രൂപ. സെക്കൻഡ് ഹാൻഡ് ഒരു കംപ്രസർ കാര്യങ്ങൾ അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കൂടി ഫിറ്റ് ചെയ്യുക ഏകദേശം ഒരു 10 രൂപ അതിനൊരു കോസ്റ്റ്. അത്രയും കോസ്റ്റ് ഒരു വണ്ടിയിൽ അവർക്ക് ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മളത് വെറുതെ കൊണ്ടുപോയിട്ട് 10 രൂപ കൊടുക്കുന്നതിലും നല്ലത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.